നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ ഇവയൊക്കെ കുറിച്ച് പഠിക്കാനും അറിയാനുമാണ് നമ്മൾ പോകുന്നത്. നക്ഷത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? സൈലൻസ്, സൈലൻസ്. ഗോപു പറയട്ടെ. ഗുഡ്. എല്ലാവരും ഗോപുവിനെ കണ്ടു പഠിക്കണം. എങ്ങനെയാണ് മോനെ അത് പ്രകാശിക്കുന്നത്? സൈലൻസ്, സൈലൻസ്. ഗോപു ശബ്ദിക്കരുത്. നമ്മളിവിടെ ക്രിസ്മസ് സ്റ്റാറിനെ കുറിച്ചല്ല പറഞ്ഞത്, ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ്. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യൻ. ഭൂമിയിൽ കാണുന്ന പല പദാർത്ഥങ്ങളും വാതക രൂപത്തിലാണ് സൂര്യനിൽ കാണുന്നത്. അത് സ്വയം കത്തിജ്വലിച്ച് പ്രകാശം പരത്തുന്നു. സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ആയിരക്കണക്കിന് ഈ പ്രപഞ്ചത്തിലുണ്ട്. കുട്ടികളെ, നമ്മുടെ അടുത്തുള്ള ഗ്രഹങ്ങളിൽ കാലുകുത്താൻ തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അടുത്ത ഗൃഹമായ ചൊവ്വയിൽ നാസ ഒരു സ്പേസ് ഷട്ടിൽ വിക്ഷേപിച്ചത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഭൂമിയെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അറിയാമോ? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആരെന്നറിയാമോ? ഒരാൾ പറഞ്ഞാൽ മതി. ശരി, ശരി. സൈലൻസ്. ഗോപുവിന് ഒരു അവസരം കൂടി കൊടുക്കാം. ഗോപു പറയൂ. ഗോപുവിനോട് ആരാ ഇത് പറഞ്ഞത്? എന്ത് അബദ്ധമാണിത്! ഇങ്ങനെയാണ് കുട്ടികളെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ആരാണെന്ന് മോൾ പറയൂ. ഗുഡ്. അത് എന്താണെന്ന് മോൾ പറയൂ. 1969. ഹായ്, എന്ത് രസാ, എന്ത് ഭംഗിയാ. ബഹളമുണ്ടാക്കാതെ ഓരോരുത്തരായി ഇറങ്ങുക. ആരും അതിലൊന്നും തുടരുത്. നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നത് കൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെരി താങ്ക്സ്. നമ്മളിപ്പോൾ മേഘപാളികൾ മുറിച്ചു കടന്ന് പ്രപഞ്ചത്തിലെ അത്ഭുത ലോകത്തേക്ക് കടക്കുകയാണ്. പ്രപഞ്ചം ഒരു മാസ്മരിക ലോകമാണ്. ഒരുപാട് രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറ.
നമ്മളിപ്പോൾ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ ഗാലക്സികൾ എന്നറിയപ്പെടുന്നു. എണ്ണിയാൽ തീരാത്തത്ര ഗാലക്സികൾ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നു. പല ആകൃതിയിൽ നമുക്കിവയെ കാണുവാൻ സാധിക്കും. അണ്ഡാകൃതി, ഗോളാകൃതി, സർപ്പിളാകൃതി, ചിലപ്പോൾ ഇവയെ കൂട്ടമായും കാണുവാൻ സാധിക്കും. പാൽ തൂവിയതുപോലെ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ മിൽക്കി വേ അഥവാ ആകാശഗംഗ എന്നറിയപ്പെടുന്നു. ഇതിൽ 10,000-കണക്കിന് നക്ഷത്രക്കൂട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. വിശാലമായ പ്രപഞ്ചത്തിലെ അനേക ഗാലക്സികളിൽ ഒന്നായ ആകാശഗംഗയുടെ ഒരു വാൽ ഭാഗത്താണ് നമ്മുടെ സൂര്യനും ഭൂമിയും ഉൾപ്പെടുന്ന സൗരയൂഥം. സൗരയൂഥത്തിലെ കേന്ദ്ര നക്ഷത്രമായ സൂര്യനെ ചുറ്റിക്കൊണ്ട് 8 ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സൗരയൂഥത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിഗോളമാണ് സൂര്യൻ. സൗരയൂഥത്തിന് മുഴുവൻ ഊർജം പകരുന്ന നക്ഷത്രമാണ് ഇത്. ഭൂമിയുടെ 109 ഇരട്ടി വരുന്ന സൂര്യന് 1.4 മില്യൺ കിലോമീറ്ററാണ് വ്യാസം. സൂര്യനോട് ഏറ്റവും അടുത്ത ഭൗമഗ്രഹമാണ് ബുധൻ. ഒരു നിമിഷത്തിൽ ഏകദേശം 48 കിലോമീറ്റർ വേഗതയിൽ ഭ്രമണം ചെയ്യുന്ന ഏറ്റവും വേഗം കൂടിയ ഗ്രഹമായ ബുധൻ 87.97 ഭൗമദിനങ്ങൾ കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. വളരെ ഉയർന്ന ഉപരിതല താപനിലയും ഓക്സിജന്റെ അഭാവവും ബുധനിൽ ജീവന്റെ നിലനിൽപ്പ് അസാധ്യമാക്കുന്നു. ബുധൻ കഴിഞ്ഞാൽ സൂര്യൻ അടുത്തു നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഇതിന്റെ അന്തരീക്ഷ വലയം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശമേറിയത് ശുക്രനാണ്. ഒരു ഭ്രമണത്തിന് 243 ഭൗമദിനങ്ങളും ഒരു പരിക്രമണത്തിന് 225 ഭൗമദിനങ്ങളും വേണ്ടിവരും. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമായ ശുക്രനിലെ ഉയർന്ന താപനില ഏകദേശം 48 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. ജീവന്റെ നിലനിൽപ്പുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ ഭൂമി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 23.56 മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു തവണ സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. സൂര്യനു ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365.26 ദിവസങ്ങൾ വേണം. ശൂന്യാകാശത്തു നിന്നുള്ള വീക്ഷണത്തിൽ ഭൂമി നീല നിറത്തിൽ മേഘാവൃതമായ ഒരു ഗോളമായി കാണപ്പെടുന്നു. അതിനാൽ ഭൂമിയെ നീലഗ്രഹം എന്നും വിളിക്കുന്നു. ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം.
27.3 ദിവസം കൊണ്ട് ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ എത്താറുണ്ട്. ഇതാണ് ഗ്രഹണം. ചുവന്ന ഗ്രഹം എന്ന് വിളിക്കപ്പെടുന്ന ചൊവ്വ സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ശിലാഗ്രഹമാണ്. അന്തരീക്ഷത്തിലെ ധൂളി പടലങ്ങളുടെ സാന്നിധ്യം ചൊവ്വയുടെ ആകാശത്തിന് പിങ്ക് നിറം നൽകുന്നു. ചൊവ്വയുടെ അന്തരീക്ഷം ഭൂമിയുടേതിനേക്കാൾ കനം കുറഞ്ഞതാണ്. ഫോമോസ്, ഡൈമോസ് എന്നിവയാണ് ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങൾ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 5ാമത് നിൽക്കുന്ന ഗ്രഹമാണ് ഈ വാതകഭീമൻ. ഭൂമിയേക്കാൾ 11 മടങ്ങ് കൂടുതലാണ് ഇതിൻ്റെ വ്യാസം. 10 മണിക്കൂർ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കി ഭ്രമണവേഗത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആകെയുള്ള 16 ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൂടിയവ ഗാനിമെഡ്, കാലിസ്റ്റോ, ഇയോ, യൂറോപ്പ എന്നിവയാണ്. വലിപ്പത്തിൽ 2ാമതും സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 6ാമതും നിൽക്കുന്ന ഗ്രഹമാണ് ശനി. ഭൂമിയേക്കാൾ 9 മടങ്ങ് വലിപ്പമുള്ള ശനിയുടെ വ്യാസം 1,20,500 കിലോമീറ്ററാണ്. വർണ്ണപ്പകിട്ടാർന്ന ഒരു കൂട്ടം വളയങ്ങൾ ഈ ഗ്രഹത്തിനെ സൗരയൂഥത്തിലെ സുന്ദരനാക്കി മാറ്റുന്നു. മണിക്കൂറും 39 മിനിറ്റും കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. 29 വർഷം കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. ടൈറ്റൻ, എൻസിലാഡസ്, ടെത്തിസ്, ഡയോൺ, മിമാസ് എന്നിവ ശനിയുടെ ചില ഉപഗ്രഹങ്ങളാണ്. യുറാനസ് വലിപ്പത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 7ാം സ്ഥാനത്താണ് ഈ ഗ്രഹം. അച്ചുതണ്ട് 97 ഡിഗ്രി കോണിൽ ചരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഗ്രഹത്തിന്റെ പ്രത്യേകത. അതിനാൽ ഒരു ഭീമൻ പന്തുരുളുന്നത് പോലെയാണ് യുറാനസ് സൂര്യനെ പരിക്രമണം ചെയ്യുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വിപരീതമായാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാൻ 17 മണിക്കൂറും 8 മിനിറ്റും പരിക്രമണം പൂർത്തിയാക്കാൻ 84 വർഷവുമാണ് യുറാനസിന്റെ കാലയളവ്. മിറാണ്ട, ഏരിയൽ, ടൈറ്റാനിയ, അംബ്രിയേൽ, ഒബറോൺ എന്നിവ യുറാനസിന്റെ പ്രധാന ഉപഗ്രഹങ്ങളാണ്. സൂര്യനിൽ നിന്നും 4500 മില്യൺ കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന നെപ്റ്റ്യൂൺ ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ്. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗതയിൽ
ഗ്രഹത്തിനു ചുറ്റും ഭീമാകാരമായ ചുഴലിക്കാറ്റ് ചുറ്റി അടിക്കാറുണ്ട്. മണിക്കൂർ 7 മിനിറ്റ് കൊണ്ട് ഒരു ഭ്രമണവും 165 വർഷങ്ങൾ കൊണ്ട് സൂര്യനു ചുറ്റും ഒരു പരിക്രമണവും നെപ്റ്റ്യൂൺ പൂർത്തിയാക്കുന്നു. ട്രിട്ടോൺ, പ്രോട്ടിയസ് എന്നിവ നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളാണ്.